നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക്. നമ്മൾ ആദ്യം ഇന്ന് പോകുന്നത് ശിരൂരിലെ വാർത്തയിലേക്കാണ്. ശിരൂരിൽ ഇനിയെന്ത്? മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം. നേവി സംഘം പുഴയിൽ പരിശോധന നടത്താതെ മടങ്ങി. രക്ഷാപ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചുവെന്ന് അർജുന്റെ കുടുംബം ആരോപിച്ചു. ശിരൂർ ദൗത്യത്തിന്റെ 14ാം ദിനം. രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചാലും ദൗത്യസംഘങ്ങൾ മേഖലയിൽ തുടരുമെന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ്. എന്നാൽ അപകട സ്ഥലത്തുള്ളത് ദേശീയപാതയിലെ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു JCBയും 3 പോലീസ് ഉദ്യോഗസ്ഥരും മാത്രം. അടിയൊഴുക്ക് പരിശോധിക്കാനെത്തിയ നാവികസേനാംഗങ്ങൾ പുഴയിലിറങ്ങാതെ മടങ്ങി. നമ്മളെല്ലാം ആശങ്കപ്പെട്ട പോലെ തന്നെ പുഴയിൽ നിന്ന് മാത്രമല്ല കരയിൽ പോലും ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെയില്ല. രാവിലെ നേവിയിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു, പക്ഷേ പിന്നീട് അവരും മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പൂർണ്ണമായും ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടക്കാത്ത നിലയിലേക്ക് ഈ സ്ഥലം പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്ന് അർജുന്റെ കുടുംബം. ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ഇനി അവർ കഴിഞ്ഞു, അത് ഇനിയില്ല, അവർക്ക് ഇനി ഉണ്ടാകാം, പക്ഷെ അത് കണ്ടെത്താൻ ആരുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശിരൂരിൽ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് ദൗത്യം തുടരണമെന്ന് റിട്ടയർഡ് മേജർ M. ഇന്ദ്രബാലൻ 24നോട് പറഞ്ഞു. When we say contact point 4, that has the highest probability of having the truck. 4 points ഏതെങ്കിലും ഒരു ട്രക്ക് 100% ആണ്. ഡ്രഡ്ജിംഗ് യന്ത്രം ഉപയോഗിക്കാനുള്ള സാധ്യത പരിശോധിക്കാൻ തൃശൂരിൽ നിന്നുള്ള ടെക്നിക്കൽ സംഘം ശിരൂരിലെത്തും. 6 നോട്ടിൽ കൂടുതൽ അടിയൊഴുക്കുള്ള ഗംഗാവലിയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കത്തിനും വെല്ലുവിളികളേറെ. 24 ശിരൂർ. അർജുൻ ലോറിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്ന സഹോദരി അഞ്ജു. തെരച്ചിൽ അവസാനിപ്പിക്കരുതെന്നും അഞ്ജു ആവശ്യപ്പെട്ടു. അവന്റെ കയ്യിൽ എപ്പോഴും ഫോൺ ഉണ്ടാവും. ഉറങ്ങുന്ന സമയത്ത് മാത്രമേ ഫോൺ എടുക്കാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചാൽ അതിനപ്പം റിപ്ലൈ തരും. അപ്പോൾ അവന്റെ വൈഫ് അന്ന് രാവിലെ 7:00 കൂടിയിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ട് അതിന് റിപ്ലൈ തന്നിട്ടില്ല. അവൻ ഉറക്കത്തിലാണെങ്കിൽ മാത്രമേ റിപ്ലൈ തരാതിരിക്കുള്ളൂ. 2 ടിക്കിൽ മാത്രം അവിടെ നിന്നതാണ്. റേഞ്ച് ഉണ്ട്, 2 ടിക്ക് അവൻ സീൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അവൻ അതിൽ ഉറങ്ങായിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൽ നിന്നത്. എന്തെങ്കിലും നമുക്കറിയണം. അവിടെ നിന്നാണ് അവനും അവന്റെ ട്രക്കും മിസ്സായത്. അപ്പൊ അവിടെ നിന്ന് എങ്ങോട്ടും പോകാനുള്ള സാധ്യതയില്ല. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കാണാതായിട്ട് 2 ആഴ്ച തികഞ്ഞിരിക്കുന്നു. അർജുനായി പ്രതീക്ഷയോടെ ഒരു നാടൊന്നാകെ കാത്തിരുന്ന 14 ദിനങ്ങൾ. രക്ഷാദൗത്യം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചെങ്കിലും തുടരാനുള്ള സമ്മർദ്ദം ഇപ്പോഴും ശക്തമാണ്. കടന്നുവന്ന വഴികൾ എത്ര ദുഷ്കരമായിരുന്നുവെന്ന് പരിശോധിക്കുകയാണ് 24 എക്സ്പ്ലെയിനർ. താൽക്കാലികമായെങ്കിലും 13ാം നാൾ ആ ദൗത്യം നിലയ്ക്കുമ്പോൾ കേരളത്തിന്റെ കാതലായ ചോദ്യങ്ങളുടെ മറുപടി അജ്ഞാതമാണ്. എവിടെയാണ് അർജുൻ? ജീവനോടെയുണ്ടോ, അല്ലാതെയാണോ? എവിടെയാണ് അർജുന്റെ വണ്ടി? ആദ്യ 8 നാളുകളുടെ ആശങ്കയ്ക്ക് ശേഷം 9ാം നാളിന്റെ പ്രത്യാശയ്ക്ക് ശേഷം 10ഉം 11ഉം 12ഉം ദിവസങ്ങളുടെ നിസ്സഹായതയ്ക്കൊടുവിൽ 13ാം നാളാണ് നിരാശാഭരിതമായ അർത്ഥവിരാമം. ദൗത്യം താൽക്കാലികമായി അവസാനിക്കൽ. പശ്ചിമഘട്ടത്തിന്റെ മലകളും കുന്നുകളും വയലേലകളും നിറയെ പച്ചപ്പുമായി ഗംഗാവലിയോട് ചേർന്ന് കിടന്ന അങ്കോള ഒരു ദുരന്തഭൂമിയായത് ജൂലൈ 16നാണ് രാവിലെ 8:30. ആഴ്ചയൊന്നായി തുടർച്ചയായി പെയ്ത പേമാരിയിൽ ആ ശിരൂർ കുന്നുകളുടെ ഒരു ഭാഗം ചെത്തിയിട്ട കണക്കെ ആയിരക്കണക്കിന് ടൺ മണ്ണാണ് ദേശീയപാത മൂടി ആർത്തലച്ചൊഴുക്കുന്ന ഗംഗാവലി പുഴയിലേക്ക് പതിച്ചത്. ഒരു ആകൃതിയിൽ 500 മീറ്ററാണ് മല പിളർന്നിറങ്ങിയത്. ജീവനുകൾ, ജീവിത സ്വപ്നങ്ങൾ, കിടപ്പാടങ്ങളടക്കം ആഞ്ഞൊലിച്ചുപോയ പ്രകൃതി ദുരന്തത്തിൽ അങ്കോള ഒരു നരകഭൂമിയായി. തൊട്ടു താഴെ ചായക്കട നടത്തിയിരുന്ന ലക്ഷ്മൺ നായിക്, ഭാര്യ, 2 പിഞ്ചുമക്കളടക്കം 7 പേരുടെ വിറങ്ങലിച്ച ശരീരങ്ങൾ അന്നു തന്നെ കൊടുത്തു ഗംഗാവലി. എന്നാൽ ആ നരകഭൂമിയിൽ മരണമണ്ണിനടിയിൽ നമ്മുടെ പ്രിയപ്പെട്ട അർജുനും ലോറിയും ഉണ്ടെന്ന വിവരം വരുന്നത് പിന്നെയും 3 നാളുകൾക്ക് ശേഷമാണ്. ആ മണ്ണിനടിയിൽ കിട്ടിയ GPS ലൊക്കേഷനുമായ ആ ദിവസങ്ങളിൽ ലോറി ഡ്രൈവർ മനാഫ് മുറ്റവരും മുട്ടാത്ത വാതിലുകളില്ല. അനാസ്ഥയുടെ അങ്ങേയറ്റത്ത് അപകടത്തിന്റെ 3 നാളുകൾക്ക് ശേഷവും അർജുന്റെ ഫോൺ ബെല്ലടിച്ചെന്ന ഭാര്യയുടെ വെളിപ്പെടുത്തൽ ഇടപെടലുകൾ ശക്തമാക്കി. തെരച്ചിൽ കാര്യക്ഷമമല്ല എന്ന് പറഞ്ഞ് കുടുംബം രംഗത്ത് വന്നു. അർജുനെ കാക്കാൻ മാധ്യമ വാർത്തകളുടെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെയും സമാനതകളില്ലാത്ത ഇടപെടൽ നാളുകൾക്കൊടുവിൽ 4ാം നാൾ ആ മണ്ണിൽ കർണാടകയിൽ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ തിരയാനിറങ്ങി. ആദ്യഘട്ടം GPS ലൊക്കേഷൻ കേന്ദ്രീകരിച്ച റഡാർ പരിശോധന. 4 സിഗ്നൽ. അർജുന്റെ വീട്ടുകാർ മാത്രമല്ല, കേരളമൊന്നാകെ പ്രതീക്ഷയുടെ കൊടുമുടി കയറിയ ദിവസങ്ങളാണ്. ധാതുക്കൾ നിറഞ്ഞ പാറയിൽ മണ്ണിൽ തട്ടിക്കിട്ടിയ ഫേക്ക് സിഗ്നലുകൾ പിന്നെയും കിട്ടി. നിരാശയുടെ 4ാം നാൾ, നിരാശയുടെ 5ാം നാൾ. നാവികസേനയുടെ പ്രാഥമിക പരിശോധനയിൽ
പുഴയിൽ ലോറിയില്ലെന്ന കണ്ടെത്തൽ, പിന്നെയും പ്രത്യാശാപര ദിനങ്ങൾ, പിന്നെയും ഫേക്ക് സിഗ്നലുകൾ, നിരാശ. പ്രകടമായി പിന്നെയും ഇറങ്ങിയ കുടുംബം, ആവശ്യം സേനാ ഇടപെടൽ. 6-ാം നാൾ സൈന്യം ശിരൂരെത്തി. 15 മീറ്റർ ആഴത്തിൽ ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ പരിശോധന. അവിടെയും ഫേക്ക് സിഗ്നൽ, പ്രതീക്ഷയ്ക്ക് പിന്നാലെ നിരാശയെങ്കിലും സൈന്യം ആ പരിശോധനയിൽ സ്ഥിരീകരിക്കുന്നു, ലോറി കരയിലില്ല. അപ്പോഴേക്കും 8-ാം നാളാണ്. കരയിലെ തെരച്ചിൽ പൂർണ്ണമായി തീർത്ത് വീണ്ടും ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ നാവികസേനയുടെ ഊഴമാണ്. ഡൈവർമാരുടെ ജമ്പിംഗ് ദുഷ്കരമാക്കി അതിഭീകരമായ കുത്തൊഴുക്കിൽ, തരിമ്പിരി പോലും മെരുങ്ങാത്ത കൊടിയ കുത്തൊഴുക്കിലാണ് അപ്പോഴും ഗംഗാവലി. കാർവാർ MLA മുൻകൈയിൽ പിന്നത്തെ ഊഴം സാനി എക്സവേറ്റർ. 9-ാം നാൾ പ്രതീക്ഷകളുടെ ഗംഗാവലി കുന്നുകൾ കയറി കേരളം. പുഴയിൽ ലോറി ഉണ്ടെന്നാണ് സ്ഥിരീകരണം. സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ലോറി പുഴയിൽ തലകീഴായി കിടക്കുന്നുവെന്ന് 24-നോടായിരുന്നു കാർവാർ എസ്പിയുടെ വെളിപ്പെടുത്തൽ. തുടർന്നാണ് റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രബാലന്റെ വരവും ആവർത്തിച്ചുള്ള ഡ്രോൺ പരിശോധനകളും. ലൊക്കേഷൻ കുറച്ചുകൂടി കൃത്യമായെങ്കിലും ദൗത്യം ഒരടി മുന്നോട്ടേക്ക് പിന്നെ പോകണമെങ്കിൽ നാവികസേന ഡൈവർമാർ അവിടേക്ക് എത്തണമായിരുന്നു. 8 നോട്ടിക്കലിൽ അപ്പോഴും കുതിച്ചൊഴുകിയ പുഴയിൽ നാവികസേന നിസ്സഹായമായ നിരാശയുടെ 10-ാം ദിനം, 11-ാം ദിനം, 12-ാം ദിനം. പിന്നാലെ എത്തി ഒരു രക്ഷക വേഷത്തിൽ ഉടുപ്പിയിൽ നിന്നുള്ള മാൽപേ സംഘം. നാവികസേന മടിച്ചെടുത്ത് ഈശ്വർ മാൽപേ ആഴപ്പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ പിന്നെയും പ്രതീക്ഷകളുടെ വേലിയേറ്റമാണ്. ആർത്തലയ്ക്കുന്ന ഗംഗാവലിയോട് ജീവൻ പണയം വെച്ചും 2 നാളായി നടത്തിയ പല ഡൈവുകൾക്കൊടുവിൽ മാൽപേ സംഘവും ഗംഗാവലിയോട് അടിയറവ് പറയുമ്പോൾ ദൗത്യത്തിന്റെ സങ്കട പര്യവസാനം. പുഴ ശാന്തമാകുമ്പോൾ തുടരാമെന്നാണ് പ്രഖ്യാപനം. അത് കാത്തിരുന്നു കാണാം. ദൗത്യം അങ്ങേയറ്റം ദുഷ്കരം എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ, MLA സതീഷ് കൃഷ്ണ സെയിലിന്റെ ഇടപെടലുകൾക്ക് നന്ദി പറയുമ്പോൾ തന്നെ ചോദ്യങ്ങൾ ബാക്കിയാണ്. ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് കർണാടക അതിന്റെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയോ? ഒരു രാജ്യമെന്ന നിലയ്ക്ക് അതിന്റെ ഒരു പൗരന് വേണ്ടി സർവശക്തിയിൽ നമ്മൾ ഇടപെട്ടോ? ഇത്രയേ ഉള്ളോ നമ്മുടെ സംവിധാനങ്ങൾ? ഗംഗാവലി പുഴയുടെ തീരങ്ങളിൽ വരും ദിവസങ്ങളിൽ ആ ചോദ്യങ്ങൾ മുഴക്കത്തോടെ ഉയരട്ടെ. ഈ സമയത്താണ് ഒരു പ്രതികരണം വരുന്നത്. അജയ് പറയുന്നത് ദുരന്തം വിറ്റ് കാശാക്കുന്ന മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. നമ്മൾ ഈ വാർത്തയുടെ പിന്നാലെ മാധ്യമപ്രവർത്തകർ തുടക്കം മുതലുണ്ടായിരുന്നു. അദ്ദേഹം അതിനെ അങ്ങനെ വിമർശനാത്മകമായിട്ടാണ് കാണുന്നത്. അത് അവിടെ നടക്കുന്ന സംഭവങ്ങൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് അറിയിക്കുക എന്ന മാധ്യമധർമ്മത്തെ എന്ന നിലയ്ക്കാണ് നമ്മൾ അതിനെ കാണുന്നത് എന്ന് അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഷിരൂരിലെ രക്ഷാദൗത്യത്തിനായി തൃശ്ശൂരിൽ നിന്നുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം സജ്ജം. യന്ത്രം എത്തിക്കുന്നതിന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഇതുവരെ കിട്ടിയിട്ടില്ല. ഗംഗാവാലി പുഴയിലെ ഒഴുക്ക് പരിശോധിച്ച ശേഷമായിരിക്കും യന്ത്രം കർണാടകയിൽ എത്തിക്കുക. ഒഴുക്ക് പരിശോധിക്കാൻ തൃശ്ശൂരിലെ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള സംഘം ഷിരൂരിലേക്ക് പുറപ്പെട്ടു. തൃശൂരിലെ കാർഷിക ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ആസ്ഥാനമായ കമ്പനിയെ കൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയതാണ് ഡ്രഡ്ജിംഗ് യന്ത്രം. ജലോപരിതലത്തിൽ സുഗമമായി യാത്ര ചെയ്ത് 25 താഴ്ചയിൽ ചെളി നീക്കം ചെയ്യാൻ കഴിയുമെന്നതാണ് യന്ത്രത്തിന്റെ സവിശേഷത. അർജുനായുള്ള തിരച്ചിലിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിയും എന്നതിനാൽ കേരളം തന്നെയാണ് യന്ത്രത്തിന്റെ കാര്യം കർണാടക സർക്കാരിനെ അറിയിച്ചത്. പക്ഷേ യന്ത്രത്തിന് അനുമതി നൽകാൻ ഇതുവരെയും കർണാടക സർക്കാർ തയ്യാറായിട്ടില്ല. ഗംഗാവലി പുഴയിലെ ഒഴുക്കിനെ പ്രതിരോധിക്കാൻ ഡ്രഡ്ജിംഗ് യന്ത്രത്തിന് കഴിയുമോ എന്ന ആശങ്കയാണ് അനുമതി നൽകാൻ വൈകുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് നദിയിൽ തിരച്ചിൽ നടത്തുന്നതിനായുള്ള സാധ്യതകൾ പരിശോധിക്കാൻ ഇതോടെ കേരളത്തിൽ നിന്നുള്ള പ്രത്യേക സംഘം ഷിരൂരിലേക്ക് പുറപ്പെട്ടു. ഡ്രഡ്ജിംഗ് യന്ത്രത്തിന്റെ ഒരു ഓപ്പറേറ്ററും കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥനുമാണ് യാത്ര തിരിച്ചത്. ഷിരൂരിലെത്തി പരിശോധനകൾക്ക് ശേഷം യന്ത്രം കൊണ്ടുപോകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ ഡ്രഡ്ജർ തൃശൂർ എൽത്തുരുത്ത് കനാൽ വൃത്തിയാക്കുന്നതിനായി ഉപയോഗിച്ചു വരികയാണ്. 24 തൃശൂർ. ഇനി മഴ വിവരങ്ങളിലേക്കാണ്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. ഇരുവഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. കോഴിക്കോട് കരുവന്തുരുത്തിയിൽ തോണി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട 3 പേരെ രക്ഷപ്പെടുത്തി. പുലർച്ചെ ആരംഭിച്ച ശക്തമായ മഴ കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ തുടരുകയാണ്. വനത്തിൽ ഉരുൾപൊട്ടിയതോടെ ആനക്കാമ്പോയിൽ ഇരുവഞ്ഞിപ്പുഴയിലും കൂടരഞ്ഞി കൂമ്പാറപ്പുഴയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. ഇരുവഞ്ഞിപ്പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തുടങ്ങി. മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. കരിമ്പുഴയുടെ പലങ്കാര പാലത്തിന് സമീപമാണ് സംഭവം. അരമണിക്കൂറോളം കുടുങ്ങിയ ആന പിന്നീട് സ്വയം രക്ഷപ്പെട്ട് കാട്ടിലേക്ക് നീങ്ങി. കരുളായിയിൽ പുഴ മുറിച്ചു കടക്കുന്നതിനിടെ 2 കാട്ടാനകൾ ഒഴുക്കിൽപ്പെട്ടു. മറ്റാനകളെത്തി ഇവയെ രക്ഷപ്പെടുത്തി. ഫറൂഖ് കരുവന്തുരുത്തിയിൽ മണലെടുക്കാൻ പോയ തോണി മറിഞ്ഞ് അപകടത്തിൽപ്പെട്ട 3 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. ബാണാസുര ഡാമിൽ 1 മീറ്റർ കൂടി ജലനിരപ്പ് ഉയർന്നാൽ ഷട്ടറുകൾ ഉയർത്തും.
വയനാട് മുണ്ടക്കയിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് പുത്തുമല കശ്മീർ ദ്വീപിലെ ചില കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 26 അടിയിലധികം വർധന രേഖപ്പെടുത്തി. തിരുവനന്തപുരം വിതുര ബോണക്കാട് റൂട്ടിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കൊല്ലം ശൂരനാടും നിരവധി മരങ്ങൾ കടപുഴകി വീണു. സംസ്ഥാനത്ത് 10 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 68 കുടുംബങ്ങളിലെ 211 പേരാണ് കഴിയുന്നത്. 24 കോഴിക്കോട്. പല പ്രേക്ഷകരും അവരുടെ സ്ഥലത്തെ മഴ വിവരങ്ങൾ അറിയിക്കുന്നുണ്ട്. ഷാനു, മലപ്പുറത്ത് രാവിലെ മുതൽ തുടങ്ങിയ കനത്ത മഴയാണെന്ന് പറയുന്നു. ശ്രീരാജ് കാലിക്കറ്റ് കോഴിക്കോട് നല്ല കനത്ത മഴയും കാറ്റുമാണെന്ന് അറിയിക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിലെ മഴ വിവരങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ നമ്മെ തത്സമയം അറിയിക്കുന്നുണ്ട് യൂട്യൂബിൽ കമന്റുകളായി. വടക്കൻ കേരളത്തിൽ അതിശക്ത മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ അടുത്ത 3 ദിനം കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യത എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, എങ്ങനെയാണ് പുതുക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്? അലക്സ്, തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ പാത്തി, തീരദേശ ന്യൂനമർദ്ദ പാത്തി, അത് കേരള തീരത്താകെ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇതിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള മുന്നറിയിപ്പാണ് ഇതാ 1 മണിക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. 14 ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ വടക്കൻ കേരളത്തിൽ മഴ കനത്തേക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത വടക്കൻ കേരളത്തിലുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ്. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ വടക്കൻ കേരളത്തിലെ ഈ ജില്ലകളിൽ ലഭിക്കാമെന്നുള്ളതാണ് പ്രവചനം. 9 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത 3 ദിവസം കൂടി സമാനമായി ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ സർക്കാർ സംവിധാനങ്ങളോട് ജാഗ്രതയോടെ ഇടപെടാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തീരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം കേരള തീരത്ത് ശരി അലക്സ്, ഏതായാലും ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് അത് സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് നൽകിയത്. തിരുവനന്തപുരം നെടുമങ്ങാട് പുലിപ്പാറ മേഖലയിൽ നല്ല മഴയാണെന്ന് രേഷ്മ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ മഴ വിവരങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. അമൽ ജോസ് ഒരു കാര്യം അറിയിക്കുന്നത്, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഇപ്പോൾ അൺഅവൈലബിൾ ആണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഡൽഹി റാവൂസ് IAS സ്റ്റഡി സർക്കിൾ ദുരന്തം പാർലമെന്റിൽ ഉന്നയിച്ച് കോൺഗ്രസ്. കേസിൽ 5 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചെന്നും വിവരം പോലീസ് മറച്ചുവെച്ചെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. സംഭവത്തിൽ ലഫ്റ്റനന്റ് ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തി. ചില പരിശീലന കേന്ദ്രങ്ങൾ മാഫിയയെ പോലെ പ്രവർത്തിക്കുന്നുവെന്ന് റാവൂസ് IAS സ്റ്റഡി സർക്കിൾ ദുരന്തം ലോക്സഭയിൽ ഉന്നയിച്ച KC വേണുഗോപാൽ MP കുറ്റപ്പെടുത്തി. വിഷയത്തിൽ ഉചിത ഇടപെടൽ നടത്തുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സംഭവത്തിൽ ഒരു ഡ്രൈവർ അടക്കം 5 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. അപകടത്തിൽ ശാംഭവി എന്ന വിദ്യാർത്ഥി കൂടി മരിച്ചിട്ടുണ്ടെന്നും പോലീസ് വിവരം മറച്ചുവെച്ചെന്നുമുള്ള ആരോപണവുമായി വിദ്യാർത്ഥികൾ രംഗത്ത് വന്നു. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കേസ് ഓഗസ്റ്റ് 2-ന് പരിഗണിക്കും. സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഹിന്ദു രാഷ്ട്രീയ പ്രവാസി മഞ്ച് എന്ന സംഘടന ഹൈക്കോടതിയിൽ ഹർജി നൽകി. അന്വേഷണവുമായി സഹകരിക്കുമെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും റാവൂസ് IAS സ്റ്റഡി സർക്കിൾ അധികൃതർ അറിയിച്ചു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നാരോപിച്ച് ആം ആദ്മി പാർട്ടി ലഫ്റ്റനന്റ് ഗവർണർക്കെതിരെ പ്രതിഷേധം പ്രഖ്യാപിച്ചു. റാവൂസ് IASൽ 3 പേരുടെ ജീവനെടുത്ത അപകടത്തിൽ ദുരൂഹതകൾ ഇനിയും ബാക്കിയാണെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. അതേസമയം അനധികൃത കെട്ടിടങ്ങൾക്ക് നേരെയും അനധികൃത നിർമ്മാണങ്ങൾക്ക് നേരെയും നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് MCD. ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ഈ ദുരന്തത്തിൽ നിന്ന് അധികാരികൾക്ക് ഒഴിഞ്ഞ് മാറാനാകില്ല. എന്തെങ്കിലുമൊക്കെ ദുരന്തമുണ്ടായാലേ നമ്മുടെ സംവിധാനങ്ങൾ കണ്ണു തുറക്കുകയുള്ളൂ എന്ന് നൌഷാദ് പുന്നത്തല ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട് യൂട്യൂബിൽ. ഡൽഹി റാവൂസ് IAS സ്റ്റഡി സർക്കിൾ ദുരന്തത്തിൽ BJP മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി JNU വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾ എത്തി. നേതാക്കൾക്കെതിരെ വിദ്യാർത്ഥികൾ ഗോ ബാക്ക് വിളിച്ചു. ഇപ്പോൾ വിനീത VGയും ഒപ്പം ബൽറാം നെടുങ്ങാടിയും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം വിനീത VGയിലേക്കാണ്. വിനീത, ഇക്കാര്യത്തിൽ BJP കുറ്റപ്പെടുത്തുന്ന ആം ആദ്മി പാർട്ടിയാണല്ലോ, അവർ അതിനെ ആ നിലയ്ക്ക് ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് തരത്തിലായിരുന്നു BJPയുടെ പ്രതിഷേധം?
തീർച്ചയായും ഉന്മേഷ്, ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട പരസ്പരം പഴിചാരുകയും പരസ്പരം പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ തന്നെ ഈ ഗവർണർക്കെതിരെയൊക്കെ ആം ആദ്മി പാർട്ടി പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ BJP ആം ആദ്മിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. BJP പ്രവർത്തകർ ആം ആദ്മിയുടെ പാർട്ടിയുടെ ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധം നടത്തിയിരുന്നത്. ഈ പ്രവർത്തകരെ ഓഫീസിന് മുന്നിലേക്ക് വച്ച് പോലീസ് അവരെ തടയുകയുണ്ടായി. ഒപ്പം തന്നെ ബാരിക്കേഡ് കൊണ്ട് ഈ പ്രവർത്തകരെ തടയുകയും പിന്നീട് ഈ ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ ചാടിക്കയറുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും പോകാൻ തയ്യാറായില്ല. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും പിന്നീട് അവിടെ ജലപീരങ്കി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്, അതായത് സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊക്കെ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് BJP പ്രവർത്തകരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ തന്നെ ഡൽഹി കോർപ്പറേഷനെതിരെയൊക്കെ ചില ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഡൽഹി കോർപ്പറേഷൻ അധികൃതർക്ക് പിന്നീട് പോലീസ് നോട്ടീസ് അയക്കുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധവുമായി BJP പ്രവർത്തകരും എത്തിയിരിക്കുന്നത്. ഉന്മേഷ്. വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ബൽറാം നെടുങ്ങാടി കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. JNU വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾ അവിടെ എത്തിയിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ബൽറാം നൽകും. ബൽറാം, ഈ വിദ്യാർത്ഥി യൂണിയൻ നേതാക്കൾ എത്തിയപ്പോൾ എന്തായിരുന്നു അവിടെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുടെ നിലപാട്? എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം ഈ റാവോസ് അക്കാഡമി അടക്കം ഈ കോച്ചിംഗ് സെന്ററുകളിലെ വിദ്യാർത്ഥികൾ ഈ അപകടത്തെ തുടർന്ന് പ്രതിഷേധം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കൾക്കോ ഈ സമരത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. 100ഓളം വിദ്യാർത്ഥികൾ ഇപ്പോഴും ഇവിടെ പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധത്തിന് ഇടയിലും എന്നാൽ ഈ JNU വിദ്യാർത്ഥികൾ പിന്തുണയുമായി അല്പസമയം മുമ്പ് എത്തി. കാരണം മരിച്ചവരിൽ 2 പേർ, നെവിൻ ഡാൽവിൻ അടക്കം 2 പേർ JNUവിലെ വിദ്യാർത്ഥികൾ കൂടിയാണ്. എന്നാൽ അവരെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലാണ് ഇവിടെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ. അവർ ഈ JNU വിദ്യാർത്ഥി നേതാക്കൾക്ക് നേരെയും ഗോ ബാക്ക് മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയായിരുന്നു. അതേസമയം ഈ പ്രദേശത്ത്, ഈ കെട്ടിടങ്ങൾ നിൽക്കുന്ന പ്രദേശത്ത് ഇപ്പോൾ MCDയുടെ ഭാഗത്തു നിന്നും നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. JCB അടക്കമുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്ന് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ, അതിലെ നിർമ്മിതികൾ അത് പൊളിച്ചു മാറ്റുന്ന നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഈ റാവൂസ് അക്കാഡമിയിലേക്കുള്ള വൈദ്യുത ലൈൻ വിച്ഛേദിച്ചത് അധികൃതർ. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് റാവൂസിന് നേരെ എതിർഭാഗത്തായുള്ള ബാബ IAS എന്ന സ്ഥാപനത്തിലേക്കുള്ള മറ്റ് അനധികൃത നിർമ്മിതികളാണ് പൊളിച്ചു നീക്കിയത്. ഈ സ്ഥാപനം അടക്കമുള്ള 13 സ്ഥാപനങ്ങൾ കഴിഞ്ഞ ദിവസം MCD അധികൃതർ സീൽ ചെയ്തിരുന്നു. ഇവിടെയെല്ലാം തന്നെ ബേസ്മെന്റുകളിൽ ലൈബ്രറികളോ മറ്റ് ക്യാന്റീനുകളോ മറ്റും പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത്. അതിന്റെ തുടർച്ചയായും കൂടാതെ ഈ റോഡിന്റെ വശങ്ങളിലുള്ള അഴുക്ക് ചാൽ മൂടുന്ന തരത്തിലാണ് മുകളിലുള്ള നിർമ്മാണ പ്രവർത്തികൾ ഈ സ്വകാര്യ കെട്ടിടങ്ങൾ നിർവഹിച്ചിരിക്കുന്നത്. അത് പൊളിച്ചു നീക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ MCD അധികൃതർ നടത്തിയിരിക്കുന്ന നീക്കം എന്നുള്ളത്. ഇവിടെ ഈ അഴുക്കുചാലുകളിൽ ശരി ബൽറാം, ഏതായാലും അവിടെ ഇപ്പോൾ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ച് നീക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നത് ഡൽഹിയിൽ നിന്ന്. ഡൽഹിയിലെ റാവൂസ് IAS കോച്ചിംഗ് സെന്ററിലെ വെള്ളക്കെട്ടിൽ മുങ്ങിമരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൻ ഡാൽവിന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും. മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായി ബന്ധുക്കൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടി വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ഡൽഹി RML ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുനൽകി. രാത്രി 11:45ഓടെ സ്വദേശമായ തിരുവനന്തപുരത്തെത്തിക്കും. കഴിഞ്ഞ 4 വർഷത്തോളമായി നെവിൻ ഡാൽവിൻ ഡൽഹിയിലുണ്ട്. JRF നേടി ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വിഷ്വൽ ആർട്സിൽ ഗവേഷണം നടത്തുകയായിരുന്നു. റാവൂസ് IAS കോച്ചിംഗ് സെന്ററിൽ ചേർന്നിട്ട് 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ബേസ്മെന്റിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ നടപടിയെടുക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഇനി ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നമ്മളൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യണം. അപ്ലിഫ്റ്റ് മീൻസ് ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത് ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്കോ മുകളിലേക്കോ കൊണ്ടുവരാൻ ട്രൈ ചെയ്യും. മന്ത്രി V ശിവൻകുട്ടി നെൽവിന്റെ തിരുവനന്തപുരം പാറശാലയിലെ വീട് സന്ദർശിച്ചു. ഏകദേശം ഒരു 12:30 മണിയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നാളെ രാവിലെ 12 മണിക്ക് മുമ്പ് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ എന്നോട് പറഞ്ഞത്. കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി KV തോമസ് ആശുപത്രിയിലെത്തി അന്തിമോപചാരമർപ്പിച്ചു.
പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നും വിദ്യാർത്ഥികളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്നും നെവിന്റെ ബന്ധുക്കൾ വ്യക്തമാക്കി. ഡൽഹിയിലേക്ക് ഇനിയൊരു തിരിച്ചുവരവില്ല. IAS എന്ന സ്വപ്നം പകുതി വഴിയിലാക്കി നെവിൻ മടങ്ങുകയാണ്. വിനീത VG, 24, ഡൽഹി. ജയൻ ഗോപിനാഥൻ ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. വർക്കല പാപനാശം കടൽ തീരം തെരുവ് നായ്ക്കളെ കൊണ്ട് പൊറുതിമുട്ടി കടൽ കാണാൻ വരുന്നവരെയും ബലിതർപ്പണത്തിന് വരുന്നവരെയും നായ്ക്കൾ ഉപദ്രവിക്കുന്നു. അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മുഹമ്മദ് ഷാഫി പറയുന്നത് ഇവിടെ ഭയങ്കര ചൂടാണ്, അതായത് UAE-യിൽ. അവിടെ നിന്ന് നാട്ടിലെ മഴ കാണുമ്പോൾ കൺകുളിർക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഷിരൂരിലെ രക്ഷാദൌത്യത്തിനായി SDRF സംഘം പുഴയിൽ ബോട്ട് എത്തിച്ചു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. പുഴയിലിറങ്ങിയുള്ള പരിശോധന ഉണ്ടാവില്ല. രക്ഷാദൌത്യത്തിന് ആരുമില്ലെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് SDRF സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്ത് പരിശോധനയാണ് SDRF സംഘം അവിടെ നടത്തുക? അരുൺ, ഉന്മേഷ, ഇന്ന് രാവിലെ ഈ രക്ഷാദൌത്യ സംഘത്തിന്റെ ആരും തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. അത് വലിയ വിമർശനത്തിനും അത് വാർത്തയായതിനു പിന്നാലെയാണ് SDRFന്റെ ഒരു സംഘത്തെ 1 മണിയോടെ നിലവിൽ ഇപ്പോൾ ഇവിടെ നിയോഗിച്ചിട്ടുള്ളത്. അവരുടെ ഒരു ബോട്ട് നിലവിൽ ഈ ഗംഗാവലി പുഴയിൽ എത്തിച്ചിട്ടുണ്ട്. അവർ പരിശോധന ആരംഭിച്ചിട്ടില്ല. ആ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അവർ പറയുന്നത്. അവർ പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള എന്തെങ്കിലും ഒരു പരിശോധനയിലേക്ക് കടക്കില്ല. അവർ ആ പുഴയിൽ വിവിധ മേഖലയിൽ ഈ ബോട്ടുമായി സഞ്ചരിച്ച് തെരച്ചിൽ നടത്തുമെന്നാണ് അവർ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ വരെ ദൗത്യ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള ആരും തന്നെ ഈ ഷിരൂരിൽ ഉണ്ടായിരുന്നില്ല. അത് വാർത്തയായതിന് പിന്നാലെയാണ് ഇപ്പോൾ SDRFന്റെ ഒരു സംഘത്തെ ഇപ്പോൾ നിലവിൽ ഗംഗാവലി പുഴയിൽ തെരച്ചിലായി നിയോഗിച്ചിട്ടുള്ളത്. ശരി അരുൺ പൂപ്പറമ്പയാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിനിടെ വൈസ് ചാൻസലറെ ഉപരോധിച്ച് ഇടത് സംഘടനകൾ. ഗവർണർ നോമിനേറ്റ് ചെയ്ത 14 സെനറ്റ് അംഗങ്ങളുടെ വോട്ട് മാറ്റിവെക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഇതോടെ കോടതി വിധി വന്ന ശേഷം വോട്ടെണ്ണാം എന്ന നിലപാട് VC സ്വീകരിച്ചു. ഇതിനിടെ സർവകലാശാല ആസ്ഥാനത്ത് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം തുടങ്ങി. വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സർവകലാശാല ആസ്ഥാനത്ത് പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. VA ഗിരീഷ് ഉണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, വലിയ പ്രതിഷേധവും ഉണ്ടായിരുന്നല്ലോ അവിടെ. ഇപ്പോൾ എന്താണ് നില? എന്തൊക്കെയാണ് വിവരങ്ങൾ ഗിരീഷ്? ഉന്മേഷ, കേരള സർവകലാശാല ആസ്ഥാനത്ത് VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിനെ ഇപ്പോഴും ഉപരോധിക്കുകയാണ്. സെനറ്റ് അംഗങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചേംബറിൽ ഉപരോധിക്കുന്നത്. താഴെ സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള പ്രധാന വാതിൽ താഴെ SFI പ്രവർത്തകരും അതോടൊപ്പം തന്നെ അധ്യാപക സംഘടനയായ KCCT-യുടെ പ്രവർത്തകരും ഇപ്പോൾ ഉപരോധ സമരവും ആയിട്ട് നിൽക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെ ഈ വോട്ടെടുപ്പ് പൂർത്തിയായി. 97 സെനറ്റ് അംഗങ്ങളിൽ 96 പേരും വോട്ട് ചെയ്തു. എന്നാൽ ഇതിൽ 15 പേർ വിവിധ കാരണങ്ങളാൽ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇവർക്ക് വോട്ട് ചെയ്യാമെന്നും വോട്ടെടുപ്പുമായി മുന്നോട്ട് പോകാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. പക്ഷേ ഇവരുടെ ഈ 15 പേരുടെ വോട്ട് പ്രത്യേകം കവറിലാക്കി സീൽ ചെയ്യണം എന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഇന്ന് ഉച്ചയ്ക്കാണ് വോട്ടെണ്ണൽ നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ VC കേസ് പരിഗണിച്ച ശേഷം അതിൽ അന്തിമ തീരുമാനം വന്നതിന് ശേഷം വോട്ടെണ്ണാം എന്ന നിലപാടെടുക്കുകയായിരുന്നു. ഇതാണ് തർക്കത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ സെനറ്റ് അംഗങ്ങളുടെ ഉപരോധം തുടരുകയാണ്. ഉന്മേഷ്, ശരി. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മളൊരു കോഴിക്കോട്ടേക്ക് പോകുന്നു. കോഴിക്കോട് ആവിക്കലിലെയും കോതിയിലെയും മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിൽ നിന്ന് കോർപ്പറേഷൻ പിന്മാറി. 2 പ്ലാന്റുകളും ഒന്നായി വെസ്റ്റ് ഹില്ലിൽ സ്ഥാപിക്കും. പദ്ധതിക്കെതിരെ 2ഇടത്തും ജനകീയ പ്രതിഷേധം ശക്തമായിരുന്നു. പുതിയ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് DPR തയ്യാറാക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് അറിയിച്ചു. സമരക്കാരും നാട്ടുകാരുമായി ചർച്ച ചെയ്താണ് തീരുമാനമെടുത്തത്. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല പ്ലാന്റ് മാറ്റുന്നത് എന്നും ഡോക്ടർ ബീന ഫിലിപ്പ് 24-നോട് പറഞ്ഞു. ഒരർത്ഥത്തിൽ ആർക്കും വേദനയില്ലാത്ത രീതിയിൽ നമുക്കിത് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് നല്ല കാര്യമായിട്ടാണ് കോർപ്പറേഷൻ കാണുന്നത്. അതൊരു വാശിയുടെയോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിൻ്റെയോ ഒന്നും പ്രശ്നമല്ല. ശരിക്ക് എന്തായിരുന്നു വാശി? വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വേറെ സ്ഥലം കാണിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. അന്ന് RRF പ്രവർത്തിക്കുകയല്ലേ വെസ്റ്റിൽ. അത് പൊളിച്ചു കളഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലോ, അത് ഗവൺമെൻറ് സമ്മതിക്കില്ലല്ലോ. ഇന്നിപ്പോൾ അത് പൊളിഞ്ഞ് വീണു കത്തിയിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഒരു സമ്മർദ്ദം കൂടി വന്നപ്പോൾ രണ്ടാമത് DPR തയ്യാറാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? പുതിയൊരു മാർഗം അന്വേഷിച്ചു. അപ്പോൾ അതിന് നമ്മൾ RRF നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ ഒരു പക്ഷേ നമ്മുടെ കൊതിയിൽ ആവിക്കൽ തോടിൻ്റെ അവിടുത്തെ ആ സ്ഥലത്തേക്ക് നമുക്ക് RRF കൊണ്ടുവരാൻ പറ്റും. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ലല്ലോ. മിഥില ബാലനുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട്. മിഥില, വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നത് നമ്മൾ കണ്ടിരുന്നു ഈ സ്ഥലങ്ങളിലൊക്കെ. ഇപ്പോൾ കോർപ്പറേഷൻ അവരുടെ തീരുമാനം മാറ്റുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ് മിഥില?
ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ജനകീയ പ്രതിഷേധം കേരളത്തിൽ അടുത്തിടെ ഇത്തരത്തിൽ ശുചിമുറി സംസ്കരണ മാലിന്യ പ്ലാന്റിനെതിരായ ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം ഉയർന്നിട്ടുണ്ടായിരുന്നില്ല. ഈ രണ്ട് പ്ലാന്റിനെതിരെയും, അതായത് കോതിയിലെയും ആവിക്കലിലെയും പ്ലാന്റിനെതിരെയാണ് വലിയ ജനകീയ പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഈ ജനകീയ പ്രതിഷേധത്തിന് കാരണം എന്നത് ഈ രണ്ട് പ്ലാന്റുകളും നിർമ്മിക്കുന്നത് ജനവാസ മേഖലയിലാണ്. ഈ ജനവാസ മേഖലയിൽ ഒരു തരത്തിൽ പോലും ഈ പ്ലാന്റ് അനുവദിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു ഈ രണ്ടിടങ്ങളിലെയും ജനങ്ങൾ തെരുവിലിറങ്ങിയത്. അവരുടെ സമരത്തിന്റെ ഒരു വിജയം എന്ന് വേണം തന്നെ പറയാം ഈ കോർപ്പറേഷൻ ഇപ്പോൾ ഈ ഒരു പദ്ധതിയിൽ നിന്നും പിന്മാറുന്ന സമയത്ത് പറയേണ്ടത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. കോർപ്പറേഷൻ അധികൃതരെയും ഒപ്പം തന്നെ ഈ രണ്ടിടങ്ങളിലെയും സമരസമിതി പ്രവർത്തകരെയും ഇവിടങ്ങളിലെ ജനപ്രതിനിധികളെയും നാട്ടുകാരെയും എല്ലാം വിളിച്ചിട്ടായിരുന്നു ഈ ഒരു കളക്ടർ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. അന്ന് കളക്ടർ ഈ അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് എന്നത് ഇത്തരത്തിൽ ആരെയും വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രശ്നമാകുന്ന രീതിയിൽ ഒരു സ്ഥലത്തും ഇത്തരത്തിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കില്ല എന്ന ഉറപ്പ് തന്നെയായിരുന്നു കളക്ടർ നൽകിയിട്ടുണ്ടായിരുന്നത്. അത്തരം ഒരു തീരുമാനത്തിൽ എടുത്ത, അതായത് എല്ലാവരുമായും കൂടിയാലോചിച്ച് ഈ കോതിയിലെയും ആവിക്കലെയും സമരസമിതി പ്രവർത്തകരുമായും കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിനിധികളുമായും ആ പ്രദേശങ്ങളിലെ ജനങ്ങളുമായും എല്ലാം തന്നെ കൂടിയാലോചിച്ചാണ് നിലവിൽ ഇത്തരം ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തു തന്നെയായാലും ഈ ഒരു ജനകീയ പ്രതിഷേധം വിജയം കണ്ടിരിക്കുകയാണ്. കോർപ്പറേഷൻ ഈ ഒരു തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയിരിക്കുന്നു. ഈ രണ്ട് പ്ലാന്റുകളും ഒരുമിച്ച് വെസ്റ്റിൽ. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വൈദ്യുതി വാങ്ങൽ കരാർ റദ്ദാക്കിയതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ വൈദ്യുതി ബോർഡ് തീരുമാനിച്ചു. ഈ ആഴ്ച സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യും. കേസ് നടത്തിപ്പിനായി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ വി ഗിരിയെ ചുമതലപ്പെടുത്തി. കുറഞ്ഞ നിരക്കിൽ 465 മെഗാവാട്ട് വൈദ്യുതി 25 വർഷത്തേക്ക് വാങ്ങാനുള്ള കരാർ കഴിഞ്ഞ ദിവസമാണ് വൈദ്യുതി അപ്പലേറ്റ് ട്രൈബ്യൂണൽ റദ്ദാക്കിയത്. ഇതുവഴി ഒരു വർഷം ഉണ്ടാകുന്ന നഷ്ടം 1300 കോടി രൂപ എന്നാണ് ബോർഡിന്റെ കണക്ക്. സംസ്ഥാനത്ത് രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിക്ക് കരാർ റദ്ദാക്കിയത് ഇടയാക്കും എന്നതിനാൽ അപ്പീലിൽ സർക്കാർ കക്ഷി ചേർന്നേക്കും. അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ തീരുമാനം വൈദ്യുതി ബോർഡിനെ ഇല്ലാതാക്കുമെന്നും KSEB വിലയിരുത്തുന്നുണ്ട്. CPIഎമ്മിനെതിരെ വിമർശനം തുടർന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രണ്ടാം LDF സർക്കാരിന് പ്രതീക്ഷയ്ക്കൊത്തുയരാൻ കഴിഞ്ഞില്ല. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കിയതാണ് അതിന്റെ കാരണം. മുന്നണിയിൽ തിരുത്തൽ ശക്തിയെ തുടരുമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ഞങ്ങളുടെ അഭിപ്രായത്തിൽ LDFനെ പറ്റി പ്രതീക്ഷയുണ്ട് ജനങ്ങൾ. ആ പ്രതീക്ഷ ഒന്നാം സർക്കാർ നിറവേറ്റിയ ആ അളവിൽ നിറവേറ്റാൻ രണ്ടാം സർക്കാരിന് കഴിയാതെ പോയി. പ്രധാനപ്പെട്ട കാരണം സാമ്പത്തിക ഞെരുക്കമായിരുന്നു. ആ ഞെരുക്കമുണ്ടാക്കിയത് BJP ഗവൺമെൻറ്റാണ്. അന്ധമായ രാഷ്ട്രീയ വൈരാഗ്യം മൂലം കേന്ദ്ര BJP ഗവൺമെൻറ് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയായിരുന്നു ഈ കാലം മുഴുവനും. സംസ്ഥാന കോൺഗ്രസിലെ തർക്കത്തിൽ അന്വേഷണ കമ്മീഷന്റെ തെളിവെടുപ്പ് തുടങ്ങി. വാർത്തകൾ ചോർത്തി നൽകുന്നത് ആരാണ് എന്ന് കണ്ടെത്താനാണ് അന്വേഷണം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 7 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകും. KPCC അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേരിട്ടാണ് അന്വേഷണം നടത്തുന്നത്. KPCC ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കളുമായും സംസാരിക്കും. മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകുന്നത് ആരാണെന്ന് കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം. ഒന്നിലധികം KPCC ഭാരവാഹികളില്ലാത്ത കാര്യങ്ങൾ പോലും മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്നാണ് നേതൃത്വത്തിന്റെ നിരീക്ഷണം. അടുത്ത ഞായറാഴ്ചയ്ക്ക് മുൻപായി റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിക്കും. അനാവശ്യ വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നുവെന്ന് കണ്ടെത്തിയാൽ നടപടിക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകും. മിഷൻ 2025 ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് വളരെ വേഗത്തിൽ ഒരുങ്ങാൻ ദേശീയ നേതൃത്വം തന്നെ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടയിൽ പാർട്ടിയിലുള്ള പ്രശ്നങ്ങൾ നീണ്ടുപോകാൻ അനുവദിക്കില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. KPCC യോഗത്തിലെ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നതിൽ പ്രതിപക്ഷ നേതാവിനും അതൃപ്തിയുണ്ട്. ഇതുകൂടി പരിഹരിക്കാനാണ് ഹൈക്കമാൻഡിന്റെ തിരക്കിട്ട നീക്കം. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. കോഴിക്കോട് തോണി മറിഞ്ഞ വീണ്ടും അപകടമെന്ന വാർത്ത വരുന്ന. കൊയിലാണ്ടിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് മറിഞ്ഞത്. തോണിയിൽ ഉണ്ടായിരുന്നവരെ കരക്കെത്തിച്ചു. മുന്നറിയിപ്പ് അവഗണിച്ചാണ് മത്സ്യബന്ധനത്തിന് പോയത് എന്നാണ് ഫിഷറീസ് വകുപ്പ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, കോഴിക്കോട് തോണി മറിഞ്ഞുള്ള ഇന്ന് രണ്ടാമത്തെ അപകടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ ഫറൂഖിൽ നിന്നും മണൽ കോരാൻ പോയ ഒരു തോണിയും അപകടത്തിൽപ്പെട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ കൊയിലാണ്ടിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ 3 പേരുണ്ടായിരുന്ന വള്ളമാണ് മറിഞ്ഞിരിക്കുന്നത്. മറ്റ് തോണിയിലുള്ള
മത്സ്യബന്ധനം നടത്തുകയായിരുന്ന മറ്റ് തോണിയിലെ ആളുകളാണ് ഈ അപകടം കാണുകയും ഇവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. തോണിയിലുണ്ടായിരുന്ന അഹമ്മദ്, റസാഖ്, ഹംസക്കോയ എന്നിവരെ പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്താനായി എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. മറ്റൊരു തോണിയുടെ സഹായത്തോടെ ഈ അപകടത്തിൽപ്പെട്ട തോണിയും ഇപ്പോൾ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിൽ ഫിഷറീസ് പറയുന്നത് ഈ കേരള കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഈ വിലക്ക് അവഗണിച്ച്, കാലാവസ്ഥാ മുന്നറിയിപ്പ് അവഗണിച്ചാണ് ഇവർ മത്സ്യബന്ധനത്തിന് പോയത്. അതാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമായതെന്നാണ് പറയുന്നത്. വരും മണിക്കൂറുകളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ പരമാവധി ജാഗ്രത പാലിക്കണമെന്നാണ് ഫിഷറീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ശരി, രാഹുൽ സുരേഷാണ് കോഴിക്കോട് എന്ന വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സജോ ദേവസ്യ ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ എന്ന് അറിയിക്കുന്നു. കൂട്ടുപുഴ വളവുപാറയിലാണ് മണ്ണിടിച്ചിൽ. മേഖലയിൽ ഭാഗിക ഗതാഗത നിയന്ത്രണമുണ്ട്. അപ്പോൾ തലശ്ശേരി മൈസൂർ പാത വഴി യാത്ര ചെയ്യാനിരിക്കുന്ന പ്രേക്ഷകർ ഓർമ്മിക്കുക, അവിടെ നിലവിൽ ഭാഗിക ഗതാഗത തടസ്സം നിലനിൽക്കുന്നുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം. മലയാളി ലോറി ഡ്രൈവർ ബംഗളൂരു കൃഷ്ണഗിരിക്ക് സമീപം കുത്തേറ്റ് മരിച്ചു. നെടുമ്പാശ്ശേരി മേക്കാട് സ്വദേശി ഏലിയാസാണ് മരിച്ചത്. ഇന്നലെ രാവിലെ ഉണ്ടായ സംഭവം ബന്ധുക്കൾ ഇന്നാണ് അറിയുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇറക്കിയ ശേഷം തിരികെ വരുമ്പോൾ റോഡ് കൊള്ളക്കാർ വാഹനം തടഞ്ഞ് പണം ആവശ്യപ്പെടുകയായിരുന്നു. പണം നൽകാതിരുന്നതാണ് ആക്രമണത്തിന് കാരണം. മൃതദേഹം നിലവിൽ ബംഗളൂരുവിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ ആരെയും പിടികൂടിയിട്ടില്ല. ഹൈവേ മാർഗം സഞ്ചരിക്കുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പണം കവരുന്ന സംഘമാണ് ഏലിയാസിനെ ആക്രമിച്ചത് എന്നാണ് പ്രാഥമിക വിവരം. നവി മുംബൈയിലെ ഘാർഗറിൽ മൂവർ സംഘം ജ്വല്ലറിയിൽ തോക്കു ചൂണ്ടി മോഷണം നടത്തി. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. മോഷണശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കവേ പ്രതികൾ ജനങ്ങൾക്ക് നേരെയും വെടിയുതിർത്തു. ഖാർഗർ സെക്ടർ 35 നടന്ന സംഭവങ്ങളുടെ CCTV ദൃശ്യങ്ങളാണിത്. റെയിൻകോട്ടും ഹെൽമറ്റും ധരിച്ചാണ് മൂവർ സംഘം രാത്രി ജ്വല്ലറിയിലേക്ക് എത്തുന്നത്. ഉടനെ തോക്കു ചൂണ്ടി ജീവനക്കാരെ പരിഭ്രാന്തരാക്കി. അപായ സൈറൻ മുഴക്കാൻ ജീവനക്കാരിൽ ഒരാൾ ശ്രമിച്ചതോടെ വെടിയുതിർത്തു. അഞ്ച് റൗണ്ട് വെടിയുതിർത്ത പ്രതികൾ കൗണ്ടറിലുണ്ടായിരുന്ന പണവും ഷെൽഫിലെ സ്വർണവും കൈക്കലാക്കി. 5 മിനിറ്റിനകം മോഷണം പൂർത്തിയാക്കി പുറത്തേക്ക്. ബഹളം കേട്ടെത്തിയവർ ബൈക്കിൽ കടന്നുകളയാൻ ശ്രമിച്ച പ്രതികളെ പിടികൂടാൻ നോക്കി. ഇതോടെ വീണ്ടും വെടിവെപ്പ്. അമിതവേഗത്തിൽ പ്രതികൾ ബൈക്ക് ഓടിച്ചുപോയി. ഇവരെക്കുറിച്ചുള്ള സൂചനകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. അന്വേഷണം നടക്കുകയാണ്. 24 മുംബൈ. ഇപ്പോഴും പലയിടങ്ങളിൽ സംസ്ഥാനത്ത് മഴ പെയ്യുന്നുണ്ട്. നിലമ്പൂരിൽ ശക്തമായ മഴയെന്ന് ഷീജ അറിയിക്കുന്നു. ടോപ്പ് സ്റ്റാറ്റസ് എന്ന അക്കൗണ്ടിൽ നിന്ന് മലപ്പുറത്തെ മഴയുടെ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ വിവിധയിടങ്ങളിൽ ഇപ്പോഴും മഴ തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറിയം പറയുന്ന എറണാകുളത്ത് ഏതൊക്കെയോ മേഖലകളിൽ ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്നു എന്നാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കൊന്ന് പോകാം. തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ. കൂട്ടുപുഴ വളവുപാറയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. വിശദാംശങ്ങളുമായി സജോ ദേവസ്യ ഇപ്പോൾ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, ഈ ഗതാഗത തടസ്സം ഇപ്പോഴുമുണ്ടോ സജോ? ഉന്മേഷ്, വാഹനങ്ങൾ ഭാഗികമായി കടത്തിവിടുന്നുണ്ട്. കണ്ണൂരിൽ എല്ലായിടത്തും വ്യാപകമായ മഴയില്ല. പക്ഷേ മലയോര മേഖലകളിൽ അതിശക്തമായ മഴയും കാറ്റും മണ്ണിടിച്ചിലും ഒക്കെ വിവിധയിടങ്ങളിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയാണ്. കൂട്ടുപുഴയ്ക്കടുത്ത വളവുപാറ എന്ന സ്ഥലത്താണ്. റോഡിനോട് ചേർന്നുള്ള പ്രധാനപ്പെട്ട പാതയാണ്. റോഡിനോട് ചേർന്നുള്ള ഒരു കുന്നിൻ്റെ ഭാഗം, അത് റോഡിൽ നിന്ന് കണക്കാക്കുകയാണെങ്കിൽ 100 മീറ്ററിലധികം ആ കുന്നിന് ഉയരമുണ്ട്. അതിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും ഇടിച്ചിറക്കിയാണ്. റോഡ് നിർമ്മാണത്തിന് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ സമീപകാലത്ത് നടന്നതുമാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിലൊരു ആശങ്കയുണ്ട്. കാരണം അതിന് തൊട്ട് താഴെയും കൂട്ടുപുഴയാണ്. പുഴ, വലിയൊരു പുഴയുണ്ട്. അതായത് ഒരു ശിരൂരിനൊക്കെ സമാനമായ ഒരു സ്വഭാവം ഏറെക്കുറെയുള്ള ഒരു പ്രദേശം കൂടിയാണിത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. പോലീസും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ ആശങ്കയുള്ളത് കൊണ്ട് ഒരു ഭാഗത്തുകൂടി, അതായത് ഒരു അന്തർ സംസ്ഥാന പാതയാണ്, മൈസൂരിൽ നിന്ന് കണ്ണൂരിലേക്കുള്ളൊരു പ്രവേശന കവാടം കൂടിയാണ് ഈ പാത. ഇതുവഴി നിരവധി വാഹനങ്ങൾ, സ്വാഭാവികമായും ചരക്ക് ലോറികളും അതല്ലാതെയുള്ള വാഹനങ്ങളും ഒക്കെ ധാരാളമായി കടന്നു
കടന്നുപോകുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതിൽ അപ്രായോഗികതയുണ്ട്. അതുകൊണ്ടൊരു സുരക്ഷിതമായ ഒരു ഭാഗത്തുകൂടി വാഹനങ്ങൾ ഇപ്പോൾ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ കൂടുതൽ മണ്ണിടിയാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ നിന്ന് ഫയർഫോഴ്സ് സേനാംഗങ്ങളും ഒക്കെ പറയുന്നത്. കൂടുതൽ മണ്ണിടിച്ചിലുള്ളൊരു സാധ്യതയുണ്ട്. അത്രയും കുറച്ചുകൂടി ദുർബലമായ പ്രദേശമാണ്. അതിലൊരു ഭൂപ്രകൃതി പരിശോധിക്കുമ്പോൾ കൂടുതൽ മണ്ണിടിച്ചിൽ, ഇപ്പോൾ ഇടിഞ്ഞതിന്റെ സ്വഭാവമൊക്കെ പരിഗണിക്കുമ്പോൾ കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള മുൻകരുതൽ എടുത്തു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ അറിയിക്കുന്നത്. ഒരു ഭാഗത്തുകൂടി വാഹനം കടത്തിവിടുന്നു. അങ്ങനെ ഗതാഗതം ഭാഗികമായാണ് ഇപ്പോൾ അവിടെ തുടരുന്നത്. ഉന്മേഷ്. ശരി, സജോ ദേവസ്യാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം രായമംഗലത്ത് മലേറിയ സ്ഥിരീകരിച്ചു. ഒഡീഷ സ്വദേശികളായ 7 പേർക്കാണ് മലേറിയ സ്ഥിരീകരിച്ചത്. എസ് ശ്യാംകുമാറുണ്ട് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. ശ്യാംകുമാർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ, ഇന്ന് മലേറിയ വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിലാണ് MLA ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇത് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിച്ച വിവരമാണ്. പ്രദേശത്തെ 7 ഒഡീഷ സ്വദേശികൾക്കാണ് മലേറിയ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും പ്ലൈവുഡ് ഫാക്ടറികൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യാനെത്തിയ ആളുകളാണ്. നിലവിൽ തദ്ദേശീയർക്ക് ആർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല എന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും പ്രദേശത്ത് നിരീക്ഷണം ഉൾപ്പെടെ ശക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത ചില രോഗങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളികളിലൂടെ വീണ്ടും കേരളത്തിലേക്ക് എത്തിച്ചേരുന്ന സ്ഥിതി ഗുരുതരമാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് തിരികെ. തിരുവനന്തപുരത്ത് വഞ്ചൂരിൽ യുവതിക്ക് നേരെയുണ്ടായ എയർഗൺ ആക്രമണത്തിന്റെ കാരണം വ്യക്തിവൈരാഗ്യം എന്ന നിഗമനം. ഷിനിയുടെ മൊഴിയെടുത്തു എങ്കിലും പ്രതിയിലേക്ക് എത്താനുള്ള സൂചനകൾ ഒന്നും പോലീസിന് കിട്ടിയിട്ടില്ല. വെടിവെച്ച ശേഷം അക്രമി ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോയി എന്നാണ് കണ്ടെത്തൽ. ആക്രമണത്തിന് കാരണം വ്യക്തിവൈരാഗ്യമെന്ന നിഗമനത്തിലാണ് പോലീസ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകളോ സൂചനകളോ ലഭിച്ചിട്ടില്ല. വെടിയേറ്റ ഷിനിയുടെ മൊഴിയെടുത്തെങ്കിലും ശത്രുക്കളുള്ളതായോ ആരെങ്കിലും സംശയമുള്ളതായോ മൊഴിയിലില്ല. ഞായറാഴ്ച രാവിലെ അക്രമത്തിനായി തെരഞ്ഞെടുത്തത് പോലീസിൽ സംശയമുണ്ടാക്കുന്നുണ്ട്. ആക്രമണം നടത്തിയ സ്ത്രീ വഞ്ചിയൂരും പരിസര പ്രദേശങ്ങളും ഷിനിയുടെ വീടും നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെന്നാണ് കരുതുന്നത്. വെടിവെച്ച ശേഷം വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാറുമായി പ്രതി ആറ്റിങ്ങൽ ഭാഗത്തേക്ക് സഞ്ചരിച്ച ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ ഭാഗത്തു നിന്നാണോ അക്രമി എത്തിയതെന്ന് വിശദമായി പരിശോധിക്കും. വ്യാജ നമ്പർ പ്ലേറ്റ് പരിശോധിച്ചപ്പോൾ പറണ്ടോട് സ്വദേശി കോഴിക്കോടേക്ക് വിറ്റ വാഹനത്തിൻ്റെതാണിതെന്ന് കണ്ടെത്തി. CCTV ദൃശ്യങ്ങളുടെയും വീട്ടുകാരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരെ പിടികൂടാൻ തിരുവനന്തപുരം ജില്ലയിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണമാണ് വഞ്ചിയൂർ പോലീസ് നടത്തുന്നത്. 24 തിരുവനന്തപുരം. വലപ്പാട് മണപ്പുറം ഫിനാൻസിൽ നിന്ന് 20 കോടി തട്ടിയ കേസിൽ ജീവനക്കാരി ധന്യ മോഹന്റെ ഭർത്താവ് വസന്തിനായി അന്വേഷണം ഊർജിതം. തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഡിജിറ്റൽ ലോൺ ഇടപാടുകളിലൂടെയാണ് ധന്യാമോഹൻ കോടികൾ തട്ടിയത്. ഈ തുക ഭർത്താവ് വസന്തിന്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നാണ് കണ്ടെത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് ഭർത്താവിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയത്. വസന്ത് വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. വസന്തിന്റെ NRI അക്കൗണ്ട് ഉപയോഗപ്പെടുത്തി തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം കുഴൽപ്പണ ഇടപാടുകൾക്ക് ഉപയോഗിച്ചുവെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. വസന്തിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ പണം ചെലവഴിച്ചതിനെക്കുറിച്ച് വ്യക്തത വരുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. 24 തൃശൂർ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ഇനി പോകുന്ന മുംബൈയിലേക്കാണ്. മുംബൈയിൽ വിവാഹ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിലായിരിക്കുന്നു. 26ാമത്തെ വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് പ്രതിയെ പോലീസ് വലയിലാക്കിയത്. മാട്രിമോണിയൽ സൈറ്റുകൾ വഴിയായിരുന്നു ഇതുവരെയുമുള്ള തട്ടിപ്പുകൾ. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 25 വിവാഹം കഴിച്ചയാളാണ് ഫിറോസ് ഷെയ്ഖ്. വിധവകളെയാണ് പ്രതി ഇരകളാക്കിയത്. വിവാഹശേഷം പണവും സ്വർണവും കൈക്കലാക്കുകയാണ് രീതി. പോലീസിൽ പരാതിപ്പെടാൻ ഇരകൾ മടിക്കുന്നത് ഇയാൾക്ക് സഹായമായി. 25ാമതായി മുംബൈക്കടുത്ത് നലസോപാരയിൽ നിന്നാണ് ഇയാൾ വിവാഹം കഴിച്ചത്. താൻ പറ്റിക്കപ്പെട്ടെന്ന് മനസ്സിലായ സ്ത്രീ പോലീസിൽ പരാതി നൽകി. ഒളിവിലുള്ള പ്രതിയെ വലയിലാക്കാൻ മാട്രിമോണി സൈറ്റിൽ പോലീസ് വ്യാജ പ്രൊഫൈൽ വെച്ച് പരസ്യം നൽകി. പോലീസിന്റെ കുരുക്കിൽ പ്രതി വീണു. പരസ്യം കണ്ട് കല്യാണത്തിനായി എത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്ന് 4 ലക്ഷത്തിലേറെ രൂപയും സ്വർണവും ATM കാർഡുകളും 7 ഫോണുകളും പിടികൂടി. 24 മുംബൈ. പ്രേക്ഷകർ ഇപ്പോഴും മഴ വിവരങ്ങൾ സജീവമായി തന്നെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കോഴിക്കോട്ട് നല്ല മഴ, അമരവിളയിൽ നല്ല മഴ, നിലമ്പൂരിൽ നല്ല മഴ, അങ്ങനെ ഒട്ടേറെ പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മണിപ്പൂർ സംഘർഷത്തിനിടെ മുഖ്യമന്ത്രി N ബിരേൻ സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സംഘർഷത്തിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിമാരുടെ യോഗത്തിനായി ഡൽഹിയിലെത്തിയതിനിടെയാണ് മണിപ്പൂർ മുഖ്യമന്ത്രി N ബിരേൻ സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും
പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ചർച്ചയിൽ പങ്കെടുത്തു. കൂടിക്കാഴ്ച 20 മിനിറ്റോളം നീണ്ടു. മണിപ്പൂരിലെ നിലവിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് പ്രധാന അജണ്ട. ഇരുവിഭാഗങ്ങളോടും തുടർന്നും സംസാരിക്കണമെന്നും പ്രശ്നങ്ങൾക്ക് വേഗം പരിഹാരം കാണണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. മണിപ്പൂരിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തണമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടണമെന്നും ആവശ്യമുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പരിഹാരം തേടി പ്രധാനമന്ത്രിയെ നേരത്തെ കണ്ടിരുന്നു. ഡൽഹിയിലെത്തിയ മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായും കൂടിക്കാഴ്ച നടത്തി. മണിപ്പൂരിൽ പുതിയ ഗവർണർ ചുമതലയേറ്റതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ചകൾ. വിനീത VG, 24, ഡൽഹി. ഇടിമണ്ണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസിന്റെ 11ാമത് ഷോറൂം കൊച്ചി കടവന്ത്രയിൽ പ്രവർത്തനം ആരംഭിച്ചു. BNI റീജിയണൽ ഡയറക്ടർ G. അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് പാർട്ട്ണർമാരായ സണ്ണി തോമസ്, അമ്പിളി സണ്ണി, ഇടിമണ്ണിക്കൽ, ടോണി ജോസഫ് എന്നിവർ പങ്കെടുത്തു. മികച്ച ഗുണനിലവാരമുള്ള ബ്രാൻഡഡ് കണ്ണടകൾ കുറഞ്ഞ വിലയ്ക്കാണ് ലഭ്യമാക്കുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ അനുഭവമാണ് കൊച്ചിയിലേക്ക് വരുന്നത്. ഞങ്ങൾ ഇവിടെ എഡ്ജ് ഒപ്റ്റിക്കൽസ്, എഡ്ജ് ഓഫ് ഫാഷൻ, എഡ്ജ് ഓഫ് ടെക്നോളജി നമ്മളിവിടെ AI ടെക്നോളജിയാണ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ണിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്കാൻ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കിട്ടുന്ന ലെൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ AI ടെക്നോളജി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കൊച്ചിയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് AI ടെക്നോളജിയുള്ള ഈ വിസിബിറ്റ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എല്ലാ വിധത്തിലുള്ള വെറൈറ്റി ആയിട്ട് ഫ്രെയിമുകളും ലെൻസുകളുമാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ടൈപ്പുള്ള കസ്റ്റമേഴ്സിനെയും കെയർ ചെയ്യാൻ പറ്റുന്ന ഫ്രെയിമുകളും ലെൻസുകളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം 100 ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതോടെ ഗുഡ് ആഫ്റ്റർനൂൺ സമയം പൂർത്തിയാവുകയാണ്.